ശ്രീ എം എസ് വേണുഗോപാൽ, താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഇവിടെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ JPC-യിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ ഇതിൽ ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് ഇന്ന് അവതരിപ്പിച്ച 3 ബില്ലുകളിൽ ഒന്നിന് എന്തായാലും 3/2 ഭൂരിപക്ഷം ആവശ്യമായിട്ടും വരും. പക്ഷേ ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവന്നതിൽ എന്തെങ്കിലും സംശയം താങ്കൾക്കുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും ഗൂഢനീക്കം നടക്കുന്നതായിട്ട്? ഇതിനകത്ത് ഒരു ഗൂഢനീക്കവും ഇല്ല എന്നുള്ളത് മാത്രമല്ല, എനിക്ക് പറയാനുള്ളത് ഇതിൽ ആദ്യത്തെ ഭാഗത്തിൽ ഒരു അല്പം കളിയുമുണ്ട്, രണ്ടാമത്തെ ഭാഗത്തിൽ സ്വല്പം കാര്യമുണ്ട്. ആദ്യം കളി എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ മഹാദേവപുരത്തെ വോട്ടർ പട്ടിക എടുത്ത് രാഹുൽ ഗാന്ധി ഭരണഘടനയെ ചൂണ്ടിക്കാട്ടി ഒരു ഉടുക്ക് കൂട്ടി നരേന്ദ്രമോദിയെ പേടിപ്പിക്കാൻ നോക്കി. അപ്പോൾ അദ്ദേഹം ഒരു ചെണ്ട എടുത്ത്, അഴിമതി എന്ന് പറഞ്ഞ ഒരു വലിയ ചെണ്ട എടുത്ത് ഭരണഘടനയും പിടിച്ചുകൊണ്ട് വേറൊരു വിരട്ടം നടത്തി. ഇപ്പോൾ ആ ബഹളത്തിലാണ് നമ്മുടെ പാർലമെൻറ്റും ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളും മുഴുവൻ നിൽക്കുന്നത്. അതിലെ കളി അവിടെ നിൽക്കട്ടെ, കാര്യം ഇനി പറയാം. കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യ അഴിമതിയുടെ കാര്യത്തിൽ ലോകത്തെ 182 രാഷ്ട്രങ്ങളിൽ 96ാമത്തെ സ്ഥാനമാണ്. അത് നരേന്ദ്രമോദി വന്നുകൊണ്ടല്ല കേട്ടോ, അതിന് മുമ്പ് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. 96ാമത്തെ സ്ഥാനമാണ്. നമുക്ക് അല്പമെങ്കിലും അഭിമാനിക്കാൻ വക നൽകുന്ന ഒറ്റ കാര്യം, നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ 120-നും 140-നും ഇടയ്ക്കാണെന്നുള്ളത് മാത്രമാണ് നമുക്കൊരു ആശയ്ക്ക് വകയുള്ളത്. അപ്പോൾ നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അഴിമതി കുറഞ്ഞു കിട്ടണം. അഴിമതി കുറഞ്ഞു കിട്ടണമെങ്കിൽ നമ്മുടെ ടോപ്പ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ശുദ്ധമാകണം. ആ ടോപ്പ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ശുദ്ധമാക്കുന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ശുദ്ധനായിരിക്കണം, എങ്കിലേ മന്ത്രിമാർ അഴിമതി കാണിക്കാതിരിക്കുള്ളൂ. മന്ത്രിമാർ അഴിമതി കാണിക്കാതിരുന്നാലേ IAS IPS ഉദ്യോഗസ്ഥന്മാർ അഴിമതി കാണിക്കാതിരിക്കൂ. അവരഴിമതി കാണിക്കാതിരുന്നാലേ ഗസറ്റഡ് ഓഫീസർമാർ അഴിമതി കാണിക്കാതിരിക്കൂ. അവരും അഴിമതി കാണിക്കാതിരുന്നാലേ താഴത്തെ ക്ലർക്കും പിയൂണും വരെ അഴിമതി കാണിക്കാവൂ. ഇതൊരു ചങ്ങലയാണ്. ഈ ചങ്ങലയിൽ സ്വാതന്ത്ര്യം കിട്ടി 79 വർഷമായിട്ട് നമ്മളിങ്ങനെ കിടന്ന് കുരുങ്ങി കിടക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഫിൻലാൻഡ് അല്ലെങ്കിൽ ഡെൻമാർക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫാർ ഈസ്റ്റിലെ ചില സിംഗപ്പൂർ, ഇതുപോലുള്ള രാജ്യങ്ങളാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എത്ര ബൃഹത്തായ ഒരു രാജ്യമാണ്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി 79 വർഷമായിട്ടും നമ്മൾ ഈ അഴിമതി ഇതിലും എല്ലാം കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മാറ്റം ആവശ്യമാണ്. എങ്ങനെ മാറ്റാം? ഈ പറഞ്ഞ രീതിയിൽ ആദ്യത്തെ ടോപ്പ് ലെയറെങ്കിലും സംശുദ്ധമാകണ്ടേ? അത് സംശുദ്ധമായാലേ പറ്റുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ എന്താണ്? 2 വർഷം, വളരെ ന്യായമായൊരു കാര്യം, 2 വർഷം ഒരാളെ അഴിമതി കുറ്റത്തിന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അയാളെ സ്ഥാനം പോകുന്ന പറയുന്നത്. ഈ അഴിമതി കേസിൽ ഇത്രയും അഴിമതി കുളിച്ച് നിൽക്കുന്ന ഈ രാജ്യത്ത് എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്? നമുക്കറിയാവുന്നത് ഒരു R ബാലകൃഷ്ണപിള്ളയും പിന്നെ ഇപ്പോൾ ലാലു പ്രസാദ്, അതായത് സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല, ലാലു പ്രസാദ് യാദവ്. 5000 കോടിയുടെ ഫോർഡർ സ്കാമാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത്. അദ്ദേഹം ഇത് നടത്തിയത് 96-ന് മുമ്പാണ്. അദ്ദേഹത്തിന് ആദ്യമായിട്ടും കണ്ട് ശിക്ഷിക്കുന്നത് 2017 കണ്ടാണ്. അപ്പോൾ 10-21 വർഷം അദ്ദേഹം ഇങ്ങനെ വിലസി നടന്നു. അതിനുശേഷമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അതും ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളൂ. ഇനി സുപ്രീം കോടതിയിൽ നിന്ന് 21 വർഷം എടുത്തേ. അതുപോലെ തന്നെ R ബാലകൃഷ്ണയുടെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ അദ്ദേഹത്തിനെ ശിക്ഷിച്ചിട്ട് അദ്ദേഹം അജ്ഞാതമായൊരു രോഗമുണ്ട്, ബ്ലഡിൽ അയൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി. പിന്നീട് അദ്ദേഹം ക്യാബിനറ്റ് പദവിയുള്ള ഒരു റാങ്കിലിരുന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങൾ ചിലവഴിച്ചത്. അപ്പോൾ മുന്നോക്ക കമ്മീഷൻ്റെ ചെയർമാനായിട്ട് അല്ലേ. അപ്പോൾ എവിടെയാണ് അഴിമതി തടയാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ രാജ്യത്ത് അഴിമതി കാണിക്കുന്നവന് നല്ല സുഖമായിട്ട് മരണം വരെ അഴിമതി കാണിച്ചു പോവാം. അഴിമതിയിൽ ഈ പറഞ്ഞ പോലെ ശിക്ഷിച്ചാൽ തന്നെ വീണ്ടും ക്യാബിനറ്റ് പദവി ഉൾപ്പെടെയുള്ളവ അനുഭവിച്ചുകൊണ്ട് വീരോചിതമായ ചരമമടയാം. അപ്പോൾ ഈ രാജ്യത്ത് ഇത്തരത്തിലൊരു മാറ്റം വേണ്ടേ എന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നതിൽ വലിയ കാര്യവുമുണ്ട്. അദ്ദേഹം ചെങ്കോട്ടയിൽ നിന്ന് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ 10 വർഷത്തിനകം നമ്മൾ സ്പേസിൽ പോവും, അവിടെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കും, സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കും, പിള്ളേരെ മുഴുവൻ ആധുനിക ജെറ്റ് ഉണ്ടാക്കാൻ പര്യാപ്തമാക്കും, ഇന്ത്യയെ ആകെ മാറ്റുമെന്നൊക്കെ പറയുന്ന ആ മാറ്റം വരണമെങ്കിൽ അതിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരിക്കണം. അപ്പോൾ അതിനകത്ത് കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഈ മന്ത്രിസഭയ്ക്ക് 240 BJP അംഗങ്ങളെ ഉള്ളൂ. പിന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു ഒന്നുവടി, അപ്പുറത്ത് നിതീഷ് കുമാറിൻ്റെ വേറൊരു ഒന്നുവടിയും വെച്ചിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഈ സർക്കാരിന് ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷത്തിനും അറിയാം. അപ്പോൾ പ്രതിപക്ഷം എന്താ ചെയ്യേണ്ടത്? ഇതിനെ വളരെ ഗൗരവമായൊരു വിഷയമായി എടുത്ത് ഇന്ത്യയുടെ
ദരിദ്ര നാരായണന്മാരുടെ അധോഗതിക്ക് കാരണമാകുന്ന അഴിമതി മാറ്റണം എന്നല്ലേ അവർ പറയണ്ടേ? എന്നിട്ട് അതിന് കാര്യക്ഷമമായ നിർദ്ദേശങ്ങൾ വെക്കുന്നതിന് പകരം അമിത്ഷായുടെ മുഖത്തേക്ക് ഈ പേപ്പറുകൾ വലിച്ചെറിയുക. അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മുദ്രകുത്തപ്പെടില്ലേ? തീർച്ചയായും അതിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ